കോഴിക്കോട് കൂമ്പാറ പുഷ്പഗിരിയിൽ വിസ തട്ടിപ്പിനിരയായവരുടെ പ്രതിഷേധം. പ്രതികളുടെ നാട്ടിലാണ് പ്രകടനം നടത്തിയത്. പ്രതികളുടെ ചിത്രം അച്ചടിച്ച നോട്ടീസുകൾ നാട്ടുകാർക്ക് വിതരണം ചെയ്തു. വിദേശത്തേക്ക് വിസ വാഗ്ദാനം ചെയ്ത് 3 കോടി രൂപയിലധികം തട്ടിയെടുത്തു എന്നാണ് പരാതി. കോഴിക്കോട്ടെ ഫ്ലൈജൻ ഓവർസീസ് എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് തട്ടിപ്പ് നടന്നത്. സിനോജ് തോമസ് വിവരങ്ങളുമായി. സിനോജ്, ഇപ്പോൾ തട്ടിപ്പുകാരൻ നാട്ടിലേക്കാണ് ഇപ്പോൾ തട്ടിപ്പിനിരയായവർ പ്രകടനം നടത്തുന്നത്. ഒരുപാട് പേരുണ്ടോ? എന്താണ് അവർ പറയുന്നത്? അതായത് ഒരു വേറിട്ട പ്രതിഷേധമാണ് ഈ തട്ടിപ്പിനിരയായവർ നടത്തിയിരിക്കുന്നത്. അതായത് പോലീസിൽ പരാതി നൽകി, പക്ഷേ തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ പ്രതികളുടെ നാട്ടിലെത്തി ഈ പണം നഷ്ടമായ ആളുകൾ പ്രതിഷേധ പ്രകടനം നടത്തിയത്. അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിലും ഈ തട്ടിപ്പിനിരയായവരുണ്ട്. 3.5 കോടി രൂപയിലധികം നഷ്ടപ്പെട്ടെന്നാണ് ഈ പരാതിക്കാർ പറയുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ പല പോലീസ് സ്റ്റേഷനുകളിലും കേസെടുത്തിരുന്നു. കൂമ്പാറ ഈ മേഖലയിലുള്ള 2 സഹോദരങ്ങളാണ് ഇത്തരം തട്ടിപ്പ് നടത്തിയതെന്നാണ് പരാതി. ജയനറ്റ് ചാക്കോ എന്ന സഹോദരങ്ങൾക്കെതിരെയാണ് പരാതിയുള്ളത്. ഇവരുടെ 2 പേരുടെയും ചിത്രങ്ങൾ പതിപ്പിച്ച നോട്ടീസുകൾ രാവിലെ പള്ളിയിൽ പോയി മടങ്ങി വന്ന നാട്ടുകാർക്കൊക്കെ തന്നെ ഈ പ്രതിഷേധക്കാർ വിതരണം ചെയ്തു. അതിനുശേഷം അവിടെ പ്രകടനം നടത്തി. വീട്ടിലേക്ക് പോയപ്പോൾ പോലീസ് തടയുകയാണ് ചെയ്തത്. അതായത് പോളണ്ടിലേക്ക് ജോലി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് വിസ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഓരോ വ്യക്തികളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തത്. അങ്ങനെ 3.5-4 കോടി രൂപയോളം തട്ടിയെടുത്തെന്നാണ് പരാതി. പോലീസ് കേസെടുത്തെങ്കിലും പ്രതികളെ പിടികൂടാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതിലും കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലാണ് ഇവരുടെ സ്ഥാപനമുണ്ടായിരുന്നു. ഈ സ്ഥാപനത്തിന് പേരിലാണ് ഇത്തരത്തിൽ സംസ്ഥാന വ്യാപകമായി വിസ വാഗ്ദാനം ചെയ്ത് പൈസ തട്ടിയെടുത്തിരിക്കുന്നത്. പക്ഷേ വിസ കിട്ടാതെ വന്നതോടുകൂടിയാണ് പരാതിക്കാർ രംഗത്ത് വന്നത്. പക്ഷേ ഈ പ്രതികൾ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. അതോടുകൂടിയാണ് നാട്ടിലെത്തി ഇത്തരത്തിൽ വേറിട്ട പ്രതിഷേധം നടത്താൻ ഈ പരാതിക്കാർ തയ്യാറായത്. സ്മൃതി. ശരി, സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.